നിലമ്പൂർ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ചയാകുമ്പോൾ കത്തിപ്പടർന്ന രാഷ്ട്രീയ തീക്കാറ്റ് ആളിപ്പടരുകയാണ്. സാധാരണഗതിയിൽ UDFും LDFും NDAയും മാറ്റുരയ്ക്കുന്നിടത്തേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണഭൂതനായ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പിൻബലത്തോടെ ഇറങ്ങിത്തിരിച്ചത്. CPMനെ ശത്രുപക്ഷത്ത് നിർത്തി ഇറങ്ങിത്തിരിച്ച അൻവർ UDFനെ വരയിൽ നിർത്താൻ ശ്രമിച്ച് വിലപേശിയപ്പോൾ അൻവർ സ്വയം കുഴി തോണ്ടുകയായിരുന്നു. ഇപ്പോൾ ചതുഷ്കോണ മത്സരത്തിന് ചൂട് പിടിക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തിരിച്ചുള്ള ഒരു മുൻതൂക്കം ഒന്ന് പരിശോധിക്കാൻ നമുക്ക്. ഈ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 അസംബ്ലി തിരഞ്ഞെടുപ്പിലും നമ്മുടെ ഈ കണക്കുകൾ പാർട്ടികളുടെ വിലയിരുത്തലാവും എന്നും UDFന് മുൻതൂക്കം നൽകിയിട്ടുള്ള നിലമ്പൂർ ആകെ 7 പഞ്ചായത്തുകളിൽ ഇപ്പോൾ 5 പഞ്ചായത്തുകളിൽ ഭരണം നടത്തുന്നുണ്ട്. 2 പഞ്ചായത്തുകൾ മാത്രമാണ് LDFിനുള്ളത്. ഒരു നഗരസഭ കൂടി LDF ഭരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3 അവിടെ LDFിനുള്ളത്. ഇവിടെ ഏതൊക്കെ പഞ്ചായത്തുകളാണ് എന്നൊന്ന് പരിശോധിക്കാം. പോത്തുകൽ, അമരമ്പലം, നിലമ്പൂർ നഗരസഭ, ഈ 3 മാത്രമാണ് LDFിന്റെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ വഴിക്കടവ്, കരുളായി, എടക്കര, ചുങ്കത്തറ, മൂത്തേടം എന്നീ പഞ്ചായത്തുകളാണ് UDFിന്റെ കയ്യിലുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA ആയിരുന്ന അൻവർ താൻ ഭാഗമായിരുന്ന LDF സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും അംഗം കുറിച്ച് ഇറങ്ങി വന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ചർച്ചയായത് അൻവർ ആരുടെ ഭാഗമായി നിൽക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അൻവർ ജയിക്കാൻ നേടിയ 2700 വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വീഴും എന്നതും രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നില്ല. ഒരു സംശയവും വേണ്ട, അത് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ. കാരണം അൻവർ രാജിവെച്ച് ഇറങ്ങി വന്നപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നിയതിനാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അൻവറിനെ കേൾക്കാൻ ചെവികൾ കൂർപ്പിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അൻവർ തൊടുത്തുവിടുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തെളിയുകയായിരുന്നു. അതൊക്കെ ഉണ്ടയില്ലാ വെടിയാണെന്ന് ജനത്തിനും മനസ്സിലായി എന്ന് വന്നപ്പോൾ UDF നേതാക്കളെ വിഘടിപ്പിച്ചുകൊണ്ട് UDF പ്രവേശനം സാധ്യമാക്കാൻ അൻവർ ഒരു ശ്രമം നടത്തി. അതോടെ അൻവറിന്റെ നിലപാടുകളിലും ആരോപണങ്ങളിലുമൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുകയായിരുന്നു. പിന്നെ തൃണമൂൽ സ്ഥാനാർത്ഥിയായും പത്രിക നൽകിയെങ്കിലും അത് തള്ളിപ്പോയി. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയുടെ പിൻബലത്തിൽ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ എന്തിനെന്നാണ് ജനം ചോദിക്കുന്നത്? തോൽക്കുമെന്നുറപ്പുള്ള അൻവർ ആരുടെ ഭൂരിപക്ഷം കുറയ്ക്കാനാണ് മുന്നിട്ടിറങ്ങുന്നത്? എന്തായാലും UDFന് ഒരു പോറൽ പോലും നിലനിൽക്കില്ല. കാരണം 7ൽ 5 പഞ്ചായത്തിന്റെ ലീഡ് മാത്രമല്ല, പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളിൽ യുവാക്കളുടെ വോട്ടുകൾ UDFനെ തേടി വരും എന്നും കർഷകർക്ക് മുൻതൂക്കമുള്ള നിലമ്പൂരിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വന്യജീവി നയം കൊണ്ട് പൊറുതിമുട്ടുന്ന കർഷകർ UDFിൽ ഒരു രക്ഷാകർത്തൃത്വം കാണുന്നു എന്നുള്ളത് കൊണ്ടും കർഷക വോട്ടുകളും UDFിലേക്ക് ചായും എന്നത് ഉറപ്പാണ്. അൻവർ ഇവിടെ കർഷകരുടെ കുടിയേറ്റക്കാരുടെ ഒക്കെ ശബ്ദമെന്ന് നടിച്ചുകൊണ്ട് നിലനിന്നിരുന്നുവെങ്കിലും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് മുതിർന്നതോടെ അൻവറിന്റെ നിറം മങ്ങി. ജനം അത് കൃത്യമായി വിലയിരുത്തിയും കഴിഞ്ഞു. ഇവിടെയാണ് UDFിന്റെ പാത കൃത്യമായി തുറന്ന് കിട്ടിയത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി നിലമ്പൂരുകാർക്ക് അന്യനോ അപരിചിതനോ അല്ല എന്നതും UDF ജയത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതാണ്. LDFന് ഇവിടെ സ്വാധീനമില്ല എന്നല്ല, ആ സ്വാധീനത്തെ നിഷ്പ്രഭമാക്കാൻ UDFിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നാണ് നിലമ്പൂരിൽ ഇപ്പോഴത്തെ ഒരു സവിശേഷത. UDFിന്റെ കയ്യിലുള്ള 5 പഞ്ചായത്തുകൾ LDF ഭരണ തകർച്ചയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇപ്പോൾ LDFിന്റെ കയ്യിലുള്ള ഒരു നഗരസഭയും 2 പഞ്ചായത്തുകളും കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFിന്റെ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി അടുത്ത ആഴ്ച നിലമ്പൂർ എത്തുന്നതും
വോട്ടർമാരെ നേരിട്ട് കാണുന്നത്. അതുതന്നെ UDF പ്രവർത്തകർക്ക് ഏറെ ആവേശമാണ്. പ്രിയങ്ക ഒരു കൊടുങ്കാറ്റായി മാറുമ്പോൾ നിഷ്പ്രഭമാകുന്നത് എതിരാളികൾ മാത്രമല്ല, മറിച്ച് പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരും നാമമാത്രമായി അവസാന നിമിഷം ഗോധയിൽ ഇറങ്ങിയിട്ടുള്ള BJPയും കൂട്ടരുമാണ്. കേരളത്തിൽ എങ്ങോളം എന്ന പോലെ ഇന്ന് നിലമ്പൂരിലും ചർച്ച ചെയ്യുന്നത് ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എത്ര എന്നുള്ളതാണ്. അത് 20,000-ൽ കുറയില്ല എന്നതാണ് UDFിൻ്റെ പക്ഷം. അങ്ങനെയെങ്കിൽ ഷൗക്കത്തിന് അവിടെ വാക്ക് ഓവർ എന്ന് നമ്മൾ ഇന്ന് ചാഞ്ഞും ചെരിഞ്ഞും പറയുന്ന കാര്യങ്ങൾ അവിടെ വളരെ കൃത്യമായി നടപ്പിലാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കുമ്പോഴും LDFിൻ്റെ ഭരണ തകർച്ചയിലും NDAയുടെ വിശ്വാസമില്ലായ്മയിലും UDF കാണുന്ന നേട്ടം അത് കൊയ്തെടുക്കാൻ വളരെ എളുപ്പമായി സാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.